So we're going to talk about reading and writing fill in the blanks. Reading and writing fill in the blanks നമുക്കറിയാം. Reading and writing എന്താണ്, fill in the blanks എന്താണ് നമുക്കറിയാം. We have lot of other things back of the mind which we had discussed about grammar, particularly about grammar in the last class. ഞാൻ അവിടെ നിന്ന് റിവൈസ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യണം. റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ റീഡ് എവറിത്തിങ് ഫസ്റ്റ്. ഒരു കാരണവശാലും ഒരു പോയിന്റ് പോലും മിസ്സാവാൻ നിങ്ങൾ സമ്മതിക്കരുത്. ബിക്കോസ് ദിസ് ഹാപ്പൻസ് ബിക്കോസ് യു മിസ് മേജർ പോയിന്റ്സ് ബിക്കോസ് you are too much in a rush and your focus is something else, and that happens and you get lost, and that is what happens. About read everything first, read the content first, but do not read the content as a whole. Do not read the content as a whole, but read the aspect so that you have an understanding of what the passage is. Okay, രണ്ടാമത്തെ പോയിന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രിഡിക്റ്റ് ദ വേർഡ്. ഞാൻ ഇത് പറഞ്ഞതാണ്, ഗ്രാമർ സെക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, പ്രിഡിക്റ്റ് ദ വേർഡ്. അക്കോർഡിംഗ് ടു ദാറ്റ് സെന്റൻസ്, when you translate that into Malayalam, what actually you get is the prediction. Say for example, ഞാൻ പറഞ്ഞിരുന്നു, അത് എക്സാമ്പിൾ അടക്കമാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമാക്കിയിരുന്നത്. So when you get a sentence, ആ സെന്റൻസ് നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നു. എന്നിട്ട് ആ ബ്ലാങ്ക് ഉൾപ്പെടെ ആ ബ്ലാങ്കിൽ എന്ത് വരും എന്നോ അടക്കം നമ്മൾ ആ സെന്റൻസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്നു. ആൻഡ് വി ഗെറ്റ് ടു എ റൗണ്ട് ഓഫ് വേർഡ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ദ വേർഡ്സ് ദാറ്റ് യു ഹാവ് ഓപ്റ്റഡ് ഫോർ. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് ചെക്ക് ഗ്രാമർ. ഗ്രാമർ പോയിന്റ്. Why grammar? Because you have to focus on one aspect, that is grammar is important. ഈ ഗ്രാമർ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ആൻഡ് ദേ ആർ ഡിസ്ട്രാക്ടിങ് ദംസെൽഫ്. ഒരു കാരണവശാലും ഗ്രാമർ അൺഇമ്പോർട്ടൻ്റ് കാറ്റഗറിയിൽ വരുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, സ്പോണ്ടിനിറ്റി ആവശ്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ട് കാര്യങ്ങൾ ചില സമയത്ത് ഞാൻ അടക്കം വിട്ടു പോകാറുണ്ട്. It is human to err. But when you go for an exam, you cannot trust on a factor where you are losing your points. When the cheyana, make sure that you figure out the grammar well, so that there is no point missing that particular word. ചിലപ്പോൾ ഒരു സെന്റൻസ് സിംഗുലർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലൂറൽ ഫോം ആയിരിക്കാം. ആ ബ്ലാങ്കിൽ വരുന്ന ആ ഓപ്ഷനും സിംഗുലർ എന്ന് വെച്ചാൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് തന്നെ വരും, അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ കോയിൻസൈഡ് ചെയ്യുന്ന സിംഗുലർ വേർഡ്സ് ആയിരിക്കാം. പ്ലൂറൽ വേർഡ്സ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ കോയിൻസൈഡ് ചെയ്യുന്ന പ്ലൂറൽ വേർഡ്സ് ആയിരിക്കും ഓപ്ഷൻസിൽ. അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാക്കും? ഓൺലി വെൻ യു ഹാവ് ദാറ്റ്, വെൻ യു ഹാവ് ബ്രഷ്ഡ് അപ്പ് ഗ്രാമർ ആൻഡ് യു ആർ ടു ദ പോയിന്റ് that you are not going to focus anything else, you are also going to focus on grammar as well. So vocabulary മാത്രമല്ല, ഗ്രാമറും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുള്ളൂ. നാലാമത്തെ പോയിന്റ് ആണ് ടെസ്റ്റ് യുവർ ആൻസർ. ഇത് പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് വിട്ടു പോകുന്ന ഒരു കാര്യമാണ്. യു ഡോണ്ട് ടെസ്റ്റ് യുവർ ആൻസേഴ്സ്. ഈ ടെസ്റ്റ് ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ യു ആക്ച്വലി ആർ ലൈക്ക് missing out an important point where you say, sir, I knew the answer very well, but I did not get time to recheck my answer. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ എക്സാം ഒരു 22 സെക്ഷൻ അല്ലെങ്കിൽ 20 സെക്ഷൻ പി ടി കോർ പ്രകാരം 20 സെക്ഷൻ അല്ലെങ്കിൽ പി ടി അക്കാഡമിക് പ്രകാരം 22 സെക്ഷൻസ് ആണെങ്കിൽ നമുക്ക് എല്ലാ സെക്ഷൻസും തീർത്തിട്ട് ആ ഇതിലേക്ക് വരാൻ പറ്റില്ല, ഫുൾഫിൽമെന്റിലേക്ക് വരാൻ പറ്റില്ല. ദാറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് ബാക്ക് അടിച്ച് പോകാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ്സ് വെരി ഹെക്ടിക്. സോ ദെൻ പോയിന്റ് സെക്ഷൻ വൈസ് തീരുമ്പോൾ തന്നെ എലോക്കേറ്റ് സം ടൈം എക്സ്ട്രാ ടു ഫിഗർ ഔട്ട് ദ പ്രോബ്ലം ഏരിയാസ്. ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള കാരണം നമുക്ക് സ്കോർ കുറയുന്നു. മേക്ക് ഷുവർ ദീസ് തിങ്സ് മാറ്റർ. These things matter, dear. നമ്മൾ
എല്ലാ വേർഡും സിലബൽ സ്ട്രെസ് എന്നാ പറയാ. നമ്മള് ഒരു വേർഡിന്റെ തന്നെ പല ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് കണ്ടോ, ബ്രേക്ക്. ഇവിടെ ഞാനൊന്ന് എഴുതി കാണിക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ബ്രേക്ക് ഡൗൺ. ഞാൻ ബേല് സ്ട്രെസ് ചെയ്യും, കേല് സ്ട്രെസ് ചെയ്യും. ഞാൻ വേറെ കളറാക്കി മാറ്റാം, അപ്പൊ കുറച്ച് ഡേല് സ്ട്രെസ് ചെയ്യും, എന്നിൽ സ്ട്രെസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഫോക്കസ് ഇസ് ഓൺ 4 words. ബ്രേക്ക് ഡൗൺ. ബട്ട് ഇത് രണ്ട് വേർഡ് അല്ല. നമ്മൾ പറയുമ്പോൾ ചിലപ്പോ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ സ്ട്രെസ് ചെയ്യാത്തതാണ് ബ്രേക്ക് കണ്ടോ, ബ്രേക്ക് ഡൗൺ. അവിടെ ഡൗ ഇത് മാത്രമേ പറയുന്നുള്ളൂ. എന്നില് സ്ട്രെസ് വരുന്നില്ല, കേല് സ്ട്രെസ് വരുന്നില്ല, ബേലും ഡേലും മാത്രമാണ് സ്ട്രെസ് വരുന്നത്. അത് കാരണം നിങ്ങളുടെ സ്പീക്കിംഗ് സ്കോർ കുറയുന്നു. ആൻഡ് ദിസ് ഇസ് അൾട്ടിമേറ്റ്ലി ഹാപ്പൻസ് വെൻ യു ആർ ഡൂയിങ് കുറെ കോംപ്ലിക്കേഷൻസ് വരുന്നത് എവിടെയാണെന്നറിയോ? വെൻ യു ആർ സ്പീക്കിംഗ് ഇൻ ഡിസ്ക്രൈബ് ഇമേജ്, വെൻ യു ആർ ഡൂയിങ് സ്പീക്കിംഗ് ഇൻ റീറ്റെൽ ലെക്ചർ, when you're doing speaking in group discussion or respond to a situation. അങ്ങനത്തെ ഫോക്കസ് കൂടുതൽ വേണ്ട സ്പീക്കിംഗ് സെക്ഷൻസിൽ ഈ പ്രോബ്ലം കാണുന്നുണ്ട്. സോ ദെൻ ദീസ് ഫാക്ടേഴ്സ് മാറ്റർ. ഇനി അടുത്തൊരു ഫാക്ടർ നമ്മൾ ഇവിടെ മനസ്സിലാക്കി, റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഈ ഒരു കാര്യം ആവശ്യമാണ് അല്ലെ, ഈ ഒരു കാര്യം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ഫോക്കസ് എന്താണ്? വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ വൺ പെർട്ടിക്കുലർ ആസ്പെക്ട് ഇസ് ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. ഇവിടെ നോക്കാം, ഞാൻ ഈ ഒരു ആസ്പെക്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എത്ര പ്രാവശ്യം കേട്ടാലും അത്ര മതി വരാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി, എല്ലാ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മൾ ക്ലാരിറ്റി കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചാൽ ഒന്ന് കുറച്ചും കൂടി ക്ലാരിറ്റി കൂടും. ഓക്കെ, സോ ദിസ് ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒരു സെന്റൻസ് നമ്മൾ കാണുന്നുണ്ട്. മെനി സയന്റിസ്റ്റ് ബിലീവ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഡാഷ് is a serious threat to our planet. Rising temperature dash ice caps to melt, which causes sea level to rise. This dash coastal cities around the world. Governments must dash action to reduce carbon emission. ഇപ്പൊ ഇവിടെ ഒരു സെന്റൻസ് നമ്മൾ നോക്കിയാൽ, സ്റ്റെപ്പ് 1 റീഡ് ഫസ്റ്റ്. ഞാൻ പറഞ്ഞ കാര്യമാണ്, ആദ്യം റീഡ് ചെയ്യുക. ആദ്യം ആ ഒരു എന്താണ് കോണ്ടന്റ് എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ കോണ്ടന്റ് മനസ്സിലാക്കുമ്പോൾ തന്നെ യെസ്, ഇത് എന്തിനെ കുറിച്ചാണ്, ഇപ്പൊ ഈ കോണ്ടന്റ് എന്തിനെ കുറിച്ചാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കോണ്ടന്റ് ഇറ്റ് ഇസ് ഓൾ അബൌട്ട്, ടോപ്പിക് ഇസ് ഓൾ അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. ഓക്കെ, ടോൺ ഭയങ്കര സീരിയസ് ആണ്. ഇൻഫോർമൽ കോൺവെർസേഷൻ അല്ല, ഫോർമൽ കോൺവെർസേഷൻ ആണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് ഫാക്ട് ഇസ് മെസ്സേജ്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ഡേഞ്ചറസ് ആൻഡ് ഗവൺമെന്റ് നീഡ്സ് ടു ആക്ട്. സോ ഇറ്റ് ഇസ് സംതിങ് വെരി നെഗറ്റീവ്. ഇറ്റ് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് സം പോസിറ്റീവ് തിങ്. ഇറ്റ് ഇസ് ഡേഞ്ചറസ് ആസ്പെക്ടിനെ കുറിച്ചാണ് പറയുന്നത്. നെഗറ്റീവ് എന്ന് വെച്ചാൽ വേറെ നെഗറ്റീവ് അല്ല ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് സംതിങ് വെരി ഡിസാസ്ട്രസ്, ഡേഞ്ചറസ് ആൻഡ് ഗവൺമെന്റ് നീഡ്സ് ടു ടേക്ക് ആൻ ആക്ഷൻ. അപ്പോ ഈ ഒരു ഫാക്ടർ എങ്ങനെ നമുക്ക് ശരിയാക്കിയാണ്? അപ്പോ ഞാൻ ഇവിടെ നോക്കുമ്പോൾ there should be no informal way of communicating. ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ ബ്ലാങ്കിന്റെ ഓപ്ഷൻ പോസസ്, പോസിംഗ്, പോസ്റ്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, മെനി സയന്റിസ്റ്റ് ബിലീവ് ദാറ്റ്. ബിലീവ് എന്ന് പറയുമ്പോൾ എന്താ? ബിലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിച്ചിരുന്നു എന്നല്ല, ഞാൻ വിശ്വസിക്കാൻ പോകുന്നു എന്നല്ല, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രസന്റ് ടെൻസ്, റൈറ്റ്? എൻഗേജ് വിത്ത് ദ സെഷൻ. യെസ്, അപ്പോ ഐ എം ടോക്കിംഗ് അബൌട്ട് മെനി സയന്റിസ്റ്റ് ബിലീവ് ദാറ്റ്. അപ്പൊ ബിലീവ് എന്ന് തന്നെ പറഞ്ഞു, ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് dash a serious threat to our planet. അപ്പോ സയന്റിസ്റ്റ് എന്നാണ് ഇവിടെ പ്ലൂറൽ ഫോം കൊടുത്തേക്കുന്നത്. സയന്റിസ്റ്റ് ആണ്, പ്ലൂറൽ ഫോം ആണ് സയന്റിസ്റ്റ്. ഞാനിത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഈ ഒരു വേർഡ് പലപ്പോഴും റീഡ് അലൗഡിൽ വരുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട്, സാർ ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? സയന്റിസ്റ്റ് എന്നല്ല പറയാ, സയന്റിസ്റ്റ് എന്ന് വരില്ലല്ലോ. സയന്റിസ്റ്റ് എൻഡിങ് പ്രോപ്പർ ആയിട്ട് കേൾക്കണം. റീഡ് അലൗഡിൽ ആ വേർഡ് ചോപ്പ വരില്ല, വേർഡ് തെറ്റാണെന്ന് കാണിക്കില്ല, അല്ലെങ്കിൽ ഓറഞ്ച് വരില്ല, ആക്യുറസി കുറവാണെന്ന് കാണിക്കില്ല. സയന്റിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ ദെൻ ദാറ്റ് വേർഡ് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. ഇവിടെ
പോസിംഗ് ആണോ, പ്രസന്റ് കണ്ടിന്യൂസിലാണോ, ബിലീവിംഗ് എന്നാണോ പറഞ്ഞേ? അല്ല. പോസ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? സിംഗുലർ ഫോം വേണം, അല്ലേ? സിംഗുലർ ഫോം വേണം. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് വരണം? ഇവിടെ പാസ്റ്റ് ഫോം വരണം. ബട്ട് സയന്റിസ്റ്റ് ആണോ മെയിൻ സബ്ജക്ട്? സയന്റിസ്റ്റ് ആണോ മെയിൻ സബ്ജക്ട്? ആണോ? ക്ലൈമറ്റ് ചേഞ്ച് ആണ് സബ്ജക്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആണ് സബ്ജക്ട്. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളും വിശ്വസിച്ചു, യെസ് സയന്റിസ്റ്റ് തന്നെയാണ് എന്ന്. നോക്കിയേ, നമ്മൾ ആദ്യം കാണുന്ന സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ നൗൺ ഫോം ആണ് നമ്മളെ ഒട്ടുമിക്ക എന്താ ചെയ്യാ? സബ്ജക്റ്റ് ആയിട്ട് എടുക്കും. ഒട്ടുമിക്ക പ്രാവശ്യവും നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ ആദ്യം കാണുന്ന നൗൺ ഫോം ആണ് നമ്മൾ എടുക്കുക. ബട്ട് നമ്മൾ അത് വായിക്കാനുള്ള നമുക്കൊരു ക്ഷമയില്ല. ആൻഡ് ദെൻ വി സേ, സർ മൈ ഗ്രാമർ ഇസ് പെർഫെക്റ്റ്, മൈ ഗ്രാമർ ഇസ് പെർഫെക്റ്റ്. Lower your hand, Veena. Okay, so these things matter. This is one thing matters. So climate change എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ സിംഗുലർ ആണെങ്കിൽ വെർബ് എന്ത് വരണം? വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ വരും, അല്ലെ? നമ്മൾ പഠിച്ചതാണ്, പ്രസന്റ് ടെൻസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേരും. അപ്പോ many scientists believe that climate change poses. Many scientists believe that climate change poses a serious threat to our planet. Now, next is rising temperatures. ഇവിടെ ശ്രദ്ധിക്കണേ, rising temperatures dash ice caps to melt. എനിക്ക് ഐസ് ക്യാപ്പ് എന്ന് അറിയില്ല, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പോട്ടെ, ഐസ് അറിയാമോ? ഓക്കെ, ഏതോ ഒരു ഐസിന്റെ ക്യാപ്പ് മെൽറ്റ് ആവുന്നു എന്ന് മാത്രം. നമുക്ക് ഇതിൽ ഗവേഷണം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, റിസർച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ഫോക്കസ് എന്താണ്? മൈ ഫോക്കസ് ഇസ് to get the word here. I am not going to understand each and every word. പല സ്റ്റുഡൻസിനെ ഫോക്കസ് എന്താണ്? To understand each and every word. Is that possible, dear? It's not at all possible to understand each and every vocabulary. It's not possible to understand each and every sentence and get to a conclusion. No, dear. And that's not possible. നമുക്ക് എന്താ വേണ്ടത്? We need to get to a conclusion. We need to get to an answer out of the 4 options. അപ്പോ ഇവിടെ നോക്കാം, rising temperatures dash ice caps to melt. അപ്പൊ ഇവിടെ ഈ സബ്ജക്ട് ഇവിടെ ഫുൾ സ്റ്റോപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് റൈസിംഗ് ടെമ്പറേച്ചേഴ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എല്ലാവരും പറയുന്നു പ്ലൂറൽ ആണ്, അല്ലെ? റൈസിംഗ് ടെമ്പറേച്ചേഴ്സ് എന്നാണ്. റൈസിംഗ് ടെമ്പറേച്ചേഴ്സ് പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വെർബ് തന്നെ വരണം. അപ്പൊ അതില് എസും ഇഎസും ഉണ്ടാവുമോ? ഇല്ല. ഓർത്തു വെച്ചാ മതി. സബ്ജക്റ്റിൽ എസ്ഒ ഇഎസ് കണ്ടു കഴിഞ്ഞാൽ സബ്ജക്റ്റില് വെർബിൽ അത് ഉണ്ടാവില്ല. ആ ഒരു ഓർമ്മ വെച്ചാൽ മതി. ആ ഒരു സിമ്പിൾ ആസ്പെക്ട് ശ്രദ്ധിച്ചാൽ മതി. വീണ്ടും പറയാം, സബ്ജക്റ്റില് എസ്ഒ ഇഎസ്ഒ കണ്ടു കഴിഞ്ഞാൽ വെർബില് എസ്ഒ ഇഎസ് ഉണ്ടാവില്ല. അപ്പോ ഇവിടെ റൈസിംഗ് ടെമ്പറേച്ചേഴ്സ് എന്നാണ്. എസ് ഉണ്ട്, ഇഎസ് അല്ല, എസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എസ്ഒ ഇഎസ് ഇല്ലാത്ത വേർഡാണ്. അപ്പൊ ആദ്യത്തെ നമുക്ക് ഓഡ് വൺ ഔട്ട്, കോസസ് ഒഴിവാക്കാം. എന്താ കാരണം? അത് സിംഗുലർ സബ്ജക്റ്റിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റിന് ഉപയോഗിക്കുന്ന കാരണം we can eliminate causes. ഇനി രണ്ടാമത്തെ ആസ്പെക്ട് ആണ് റൈസിംഗ് ടെമ്പറേച്ചർ ഐസ് ക്യാപ് ടു മെൽറ്റ് എന്നാണ് പറയുന്നത്.
ഈസ് മെൽറ്റിംഗ് എന്നാണോ പറയുന്നത്? അല്ല. കണ്ടിന്യൂസ് ഫോമിലാണോ? അല്ല. അപ്പൊ കോസിങ് വേണ്ട. ഇനി മെൽറ്റഡ് എന്നാണോ പറയുന്നത്? പാസ്റ്റ് ഫോം ആണോ? അല്ല. അപ്പൊ കോസ്റ്റ് എന്നും ഒഴിവാക്കാം. ലാസ്റ്റ് ഓപ്ഷൻ ദാറ്റ് റിമെയിൻസ് വിത്ത് us is cause. അപ്പൊ എന്താണ്? റൈസിംഗ് ടെമ്പറേച്ചർ കോസ് ഐസ് ക്യാപ്സ് ടു മെൽറ്റ്. ഓക്കെ, നൗ ഇവിടെ നോക്കാം. ഇത് നമുക്ക് മനസ്സിലായി. ഇനി ഗ്രാമർ റൂൾസ് മെയ്ഡ് സിമ്പിൾ. ഇവിടെ ആണ് നമ്മുടെ ഫോക്കസ് വേണ്ടത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കൂ. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ് എന്താണ്? വൺ തിങ് ആണ്. ഒറ്റ സിംഗിൾ തിങ് ആണ്. ഒരു സാധനമാണ്. അപ്പോ അതിന്റെ ഒപ്പം വെർബ് എന്തുണ്ടാവും? എൻഡ്സ് ഇൻ എസ് ഓർ ഇഎസ്. ഉറപ്പിച്ചോ? മനസ്സിൽ ഉറപ്പിച്ചോ? മറക്കരുത്. ഓക്കെ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പറഞ്ഞു തരാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവർക്ക് ഒന്നും മനസ്സിലാക്കാം. പഠിച്ചവർക്ക് ഒന്നുകൂടി റീഫ്രഷ് ചെയ്യാം. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഒറ്റ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ്. അത് ഏറ്റവും എളുപ്പത്തിൽ ഷീ ഹിറ്റ് എന്ന് ഓർത്താൽ മതി. അവൾ ഇടിച്ചു. ഷീ ഹിറ്റ്. ഷീ ഹിറ്റ്. ഹി ഇറ്റ്. ഷീ, ഹി, ഇറ്റ്. ഓക്കെ, സിംഗുലർ സബ്ജക്ട്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് ഒരു ഇറ്റിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവിടെ നോക്കുക, വെർബ് എൻഡ്സ് വിത്ത് എസ് ഓർ ഇഎസ്. അപ്പോ he runs, she works, it helps, climate change causes. Okay, ini multiple things ന്റെ കൂടെ വെർബിന് എസ്ഒ ഇഎസ്ഒ ഉണ്ടാവില്ല. മൾട്ടിപ്പിൾ തിങ്സിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ഉണ്ടാവില്ല. ദേ, വി, യു, ഐ. ഇനി അത് എളുപ്പത്തിൽ പഠിക്കാനാണെങ്കിൽ അയ്യോ ദേവി ഓർത്ത് വെച്ചോ. ഐ, യു, ദേ, വി. അയ്യോ ദേവി. ഓക്കെ, ദേവിനെ വിളിച്ചാൽ മതി. അപ്പോ മൾട്ടിപ്പിൾ തിങ്സ് വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ഉണ്ടാവില്ല. അപ്പൊ ദേ റൺ, വി വർക്ക്, ടെമ്പറേച്ചേഴ്സ് കോസ്. ക്ലിയർ ആയോ? ഇനി ഇവിടെ നോക്കൂ. റൂൾ 2, വെർബ് ഫോംസ് ആഫ്റ്റർ മോഡൽ വേർഡ്സ്. മസ്റ്റ്, ക്യാൻ, വിൽ, ഷുഡ്, മേ is equal to അതിന്റെ കൂടെ നോ എസ്, നോ ഇ ഡി, നോ ഐ എൻ ജി. മസ്റ്റ്, ക്യാൻ, വിൽ, ഷുഡ്, മേ. ഒന്നും കൂടി. മസ്റ്റ്, ക്യാൻ, വിൽ, ഷുഡ്, മേ. മസ്റ്റ്, ക്യാൻ, വിൽ, ഷുഡ്, മേ. മസ്റ്റ്, ക്യാൻ, വിൽ, ഷുഡ്, മേ. അതിന്റെ കൂടെ വെർബ് ആഡ് ആവുമ്പോൾ എസ് ഉണ്ടാവില്ല, ഇ ഡി ഉണ്ടാവില്ല, ഐ എൻ ജി ഉണ്ടാവില്ല. ഐ മേ വാക്കിംഗ് പറയില്ല. ഐ മേ വാക്ക്. വീണ്ടും പറയാം. മസ്റ്റ്, ക്യാൻ, വിൽ, ഷുഡ്, മേ. ഐ വിൽ വാക്കിംഗ് പറയില്ല. ഐ വിൽ വാക്ക്. ബിക്കോസ് ES or ES, ING, ED ഉപയോഗിക്കില്ല. ING എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫോം, ED എന്ന് വെച്ചാൽ പാസ്റ്റ് ഫോം, SO ES ഫോം എന്തിനു ഉപയോഗിക്കുന്നു? അത് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കുന്നു. നോ, അങ്ങനത്തെ ഒരു കാര്യത്തിന് പറയില്ല. ഹി വാക്സ് എന്ന് പറയുന്നു, ബട്ട് ഹി മേ വാക്ക്. ഹി മേ. മൊഡാൽ വെർബ്സിന് കൂടെ വെർബ് ആഡ് ചെയ്യുമ്പോ അതിന്റെ കൂടെ SO ESO EDO INGO ഉണ്ടാവില്ല. മൂന്നാമത്തെ നോക്കൂട്ടോ. ടൈം കൺസിസ്റ്റൻസി. ഡോണ്ട് മിക്സ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ടെൻസ് വിത്തൗട്ട് റീസൺ. പലപ്പോഴും പല സ്റ്റുഡൻസും പാസ്റ്റും പ്രസന്റും മിക്സ് ചെയ്ത് സംസാരിക്കും. ഇതുപോലെ സെന്റൻസ് കിട്ടുമ്പോൾ, ഒരു സെന്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ മെൽറ്റ് എന്ന് പറഞ്ഞു. മെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെൽറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് ടെൻസിലാ പറഞ്ഞേക്കണേ. അപ്പൊ ഇവിടെ വരുന്ന ആ ബ്ലാങ്കിൽ വരുന്ന വേർഡ്, വെർബ് എന്ന് പറയുന്നില്ല, വേർഡ് അതും പ്രസന്റ് ടെൻസിലായിരിക്കില്ലേ? അല്ലാതെ അത് പാസ്റ്റ് ടെൻസിലോ കണ്ടിന്യൂസ് ടെൻസിലോ ഉണ്ടാവുമോ? ഇല്ല. സോ ആ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ആ ഇൻഡിക്കേറ്റർ നിങ്ങൾ ശ്രദ്ധിക്കണം.
ആ ഇൻഡിക്കേറ്റർ ശ്രദ്ധിക്കാതെ നിങ്ങൾ മൊത്തത്തിൽ അത് കുളം തോണ്ടരുത്. ഫോക്കസ് ഓൺ ദീസ് ആസ്പെക്ട്. ഡു നോട്ട് മിക്സ് past and present without any reason. If there's a comma, it means you are adding on one sentence, appending one sentence, complementing with a sentence, then there may be a situation. Otherwise, no. ഇനി രണ്ടാമത്തെ പോയിന്റ്, if passage is about now, use present tense. ഇന്നത്തെ കുറിച്ചാണ്, ഇപ്പോഴത്തെ കുറിച്ചാണ്, ഈ നിമിഷത്തെ കുറിച്ചാണ് പറയുന്നത്. It will be present tense. It will never be past tense. It will never be future tense. ഞാൻ ഇവിടെ പറയുന്നത് ബിലീവ് എന്നാണ്. അത് പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും കൊണ്ടുപോയി ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? നെവർ ഡു ദാറ്റ്. സെന്റൻസ് മൈന്യൂട്ടസ്റ്റ് പോയിന്റുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഇഫ് പാസേജ് ഇസ് അബൌട്ട് കംപ്ലീറ്റഡ് ഇവന്റ്സ്, യൂസ് പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ യൂസ് പാസ്റ്റ് ടെൻസ്. അപ്പൊ 3 പോയിന്റ്, സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്, രണ്ടാമത്തത് മൊഡാൽ വെർബ്. ഏതൊക്കെയാണ്? വിൽ, മസ്റ്റ്, ക്യാൻ, വിൽ, ഷുഡ്, മേയുടെ കൂടെ മൊഡാൽ വേർഡ്സിന്റെ കൂടെ എപ്പോഴും വെർബിന്റെ ബേസ് ഫോം ആയിരിക്കും വരാ. അപ്പോ ഹി മേ, ഹി മേ ടേക്ക്, യു മസ്റ്റ് ടേക്ക്, he can help you, it will change, it should reduce. അല്ലാതെ reducing അല്ലെങ്കിൽ reduced എന്ന് കൊണ്ടുപോയി ഇടരുത് പ്ലീസ്. കംപ്ലീറ്റഡ് ആക്ഷന്റെ കൂടെ പാസ്റ്റ് ടെൻസ് ഇടാ. ഇപ്പോഴത്തെ കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്, പ്രസന്റ് ടെൻസ് പറയാ. പ്രസന്റും പാസ്റ്റും കൊണ്ടുപോയി ഒരുമിച്ച് മിക്സ് ചെയ്ത് അവിയൽ പരവും സാമ്പാറും ആക്കരുത്. ബിക്കോസ് until and unless there is a genuine combination of sentence using a comma, don't use it. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. ഇവിടെ എക്സാമ്പിൾ 2, social media dash people communicate today while it helps people stay dash, comma, some experts worry about its effects on mental health. ഈ വെച്ച് തുടങ്ങുമ്പോൾ ഇഫക്ട്സ്, എ വെച്ച് തുടങ്ങുമ്പോൾ എഫക്ട്സ്. ഈ വെച്ച് തുടങ്ങുമ്പോൾ ഇഫക്ട്സ്, എ വെച്ച് തുടങ്ങുമ്പോൾ എഫക്ട്സ്. ശ്രദ്ധിക്കാം. ഈ വെച്ച് തുടങ്ങുമ്പോൾ ഇഫക്ട്സ് എന്ന് വെച്ചാൽ എൻഡ് റിസൾട്ട്. എഫക്ട്സ് കാരണക്കാരായ കാര്യം, അതിന് കാരണക്കായ കോസസ്, എഫക്ട്സ്. ഓക്കെ, ഇറ്റ് എഫക്ട്സ് ദ ഹെൽത്ത്. ഓക്കെ, ഇഫക്ട് എന്ന് വെച്ചാൽ ഡിഫോറസ്റ്റേഷൻ ഇഫക്ട്സ്. ഓക്കെ, അപ്പൊ അതിന് എൻഡ് റിസൾട്ട് ആ രീതിയിൽ പറയാം. ഓക്കെ, ഇഫക്ട്സ് രണ്ട് അർത്ഥമാണ്. അപ്പൊ ഇതെന്താണ്? ഇഫക്ട്സ്. റീഡ് അലൗഡിൽ പല സ്റ്റുഡൻസിനും ഇത് തെറ്റാറുണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ സെന്റൻസ് നമ്മൾ വായിക്കാം. ആ സെന്റൻസ് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ ഡാഷ് ഹൗ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ടുഡേ വൈൽ ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ സ്റ്റേ ഡാഷ് സം എക്സ്പേർട്സ് worry about its effects on mental health, young people dash too much time on these platforms, parents should dash their children's screen time. Okay, അപ്പൊ ഇവിടെ നോക്കിയാൽ എന്താ, എല്ലാം ഇവിടെ ഒരു നമുക്ക് ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. ടുഡേ ആദ്യത്തെ കാര്യം. പിന്നെ ഹെൽപ്സ് എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, അതും ഒരു ഹിന്റ് ആണ്, ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ഇവിടെ നോക്കൂ, ഷുഡ്. അപ്പോ ഇവിടെ ഹിന്റ് എന്തായിരുന്നു? എല്ലാം പ്രസന്റ് ടെൻസിലുള്ള കറന്റ് സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നേ എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോ ആദ്യം നോക്കേണ്ടത് ഫസ്റ്റ് വൺ, നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചേഞ്ച്. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ എന്നാണ്. സോഷ്യൽ മീഡിയാസ് എന്നാണോ? അല്ല. അപ്പൊ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. എസ്. ഓക്കെ, അപ്പൊ സിംഗുലർ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വേർഡ്? എപ്പോ ഒരിക്കലും ചേഞ്ച് എന്ന് വരില്ല. ബിക്കോസ് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിന്റെ കൂടെ എസും ഇഎസും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഓപ്ഷനിൽ എസും ഇഎസും ഉണ്ടോ? ഒറ്റയടിക്ക് നമ്മൾ ഒറ്റ നോട്ടത്തിൽ അറിയാം ചേഞ്ചസ് എന്നാണ്. ചേഞ്ച് എന്ന് വരില്ല ബിക്കോസ് പാസ്റ്റ് ടെൻസ് ആണ്. ചേഞ്ചിങ് എന്ന് വരില്ല, കണ്ടിന്യൂസ് ഫോം ആണ്. ചേഞ്ച് എന്ന് വരില്ല ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ പ്ലൂറൽ ഫോം. ഓക്കെ, അപ്പോ ഇവിടെ സോഷ്യൽ മീഡിയ ചേഞ്ചസ് ഹൗ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ടുഡേ.
while it helps people stay dash, while it helps കണ്ടോ helps, അപ്പോ helps people stay dash. എപ്പോഴും stay എന്ന് പറയുമ്പോൾ സ്റ്റേന്റെ കൂടെ സ്റ്റേ എന്താണ്? ഒരു വെർബ് എന്ന് പറയാം. സ്റ്റേയിങ്. ഇനി സ്റ്റേ എന്ന് പറഞ്ഞാൽ നൗണുമുണ്ട്, രണ്ട് രീതിയാണ്. ഓക്കെ, സ്റ്റേ, സ്റ്റേഡ്, സ്റ്റേയിങ് ഒക്കെ വെർബും ഉണ്ട്, നൗൺ ഫോമും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, while it helps people stay, while it helps. അപ്പൊ ഇവിടെ ഒരു വെർബ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് പീപ്പിൾ ഉപയോഗിച്ചിട്ട് വീണ്ടും സ്റ്റേ എന്ന് പറയുന്നു. പീപ്പിൾ സ്റ്റേ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു താമസം, ആ ഒരു താമസിക്കുന്ന രീതി എന്നെ കുറിച്ചാണ്. സ്റ്റേ എന്ത്? while some experts worry about its effects on mental health. അപ്പൊ ഇവിടെ ഒരു ആഡ്ജക്റ്റീവ് ആണ് വരാം. അപ്പൊ കണക്ട് വരില്ല, ബിക്കോസ് ഹെൽപ്സ് ഇവിടെ ഓൾറെഡി ഒരു വെർബ് ഉണ്ട്. കണക്ഷൻ, സ്റ്റേ കണക്ഷൻ വരാം സാധ്യതയുണ്ട്. കണക്ഷൻ എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലാക്കാം, TION, ബ്യൂട്ടിഫിക്കേഷൻ, ഡെക്കറേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ, സബ്ലിമേഷൻ, ഇക്വേഷൻ. എന്ന് വെച്ച് അവസാനിക്കുന്ന വേർഡ് എന്തെങ്കിലും ഒരു പ്രോസസ്സിന്റെ പേരായിരിക്കും. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, ഒരു TION അല്ല അവസാനിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്, ബിക്കോസ് that you will get in the because you may get in this reading passages. അപ്പൊ TION അവസാനിക്കുന്ന വേർഡ്സ് മിക്കവാറും ഒരു പ്രോസസ്സിന്റെ പേരായിരിക്കും. ബ്യൂട്ടിഫിക്കേഷൻ, കണ്ടൻസേഷൻ, സബ്ലിമേഷൻ, ഓക്കെ, ക്ലാസിഫിക്കേഷൻ, ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. പ്രോസസ് ഓഫ് ക്ലാസിഫൈങ്, classification, process of subliming, sublimation, a condition, so then these things are all a process. Understand, TION is a name of a process. So name of the process നാമമാണെങ്കിൽ അത് noun ആയിരിക്കും. ക്ലിയർ ആയി നിൽക്കുന്നു. നാമമാണെങ്കിൽ അത് നൗൺ ആയിരിക്കും. അപ്പോ സ്റ്റേ കണക്ഷൻ വരില്ല, സ്റ്റേ കണക്റ്റഡ് വരും. വൈ? ബിക്കോസ് ഇറ്റ്സ് ആൻ ആഡ്ജക്റ്റീവ്. അപ്പൊ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽതി, സ്റ്റേ കണക്റ്റഡ്, ഇതുപോലത്തെ നമ്മള് എന്താ പറയാ, ഇതൊക്കെ കൊളോക്കേഷൻസിൽ വരുന്നതാണ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ വെൽതി, സ്റ്റേ ഹെൽതി എന്നൊക്കെ പറയുന്നത് ഒക്കെ കൊളോക്കേഷൻസ് ആണ്. ഓർത്ത് വെക്കാം. സോ ദെൻ സ്റ്റേ കണക്റ്റഡ്. ഇവിടെ ഇത് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഇതൊരു വെർബ് അല്ല. വെർബ് ആയിട്ടാണെങ്കിൽ ഇവിടെ ഇത് എടുക്കില്ല, ബിക്കോസ് വെർബ് ആണെങ്കിൽ അത് പാസ്റ്റ് ടെൻസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഈ ഇടിന്ന് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിന്റെ കാറ്റഗറി. ദർ ആർ സം എക്സെപ്ഷൻസ് ടു ഇറ്റ്. അത് നിങ്ങൾ കൊളോക്കേഷൻസിന്റെ ലിസ്റ്റ് വായിച്ചു നോക്കണം. ഇനി മൂന്നാമത്തെ കാര്യങ്ങളാണ്. Young people dash too much time on these platforms. Young people spends, young people എന്നാണ്. Young people സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പലപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. പീപ്പിൾസ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ഇല്ല കേട്ടോ ഇംഗ്ലീഷിൽ. പീപ്പിൾസ് തെറ്റാണ്. പീപ്പിൾ എന്നുള്ളൂ. പേഴ്സൺ ഇസ് സിംഗുലർ, പീപ്പിൾ ഇസ് പ്ലൂറൽ. അപ്പൊ യങ് പീപ്പിൾ എന്ന് വെച്ചാൽ പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ടാണ് യങ് പീപ്പിൾ സ്പെൻസ് എന്ന് വരാതെ സ്പെൻഡ് എന്ന് വരുന്നത്. അപ്പൊ യങ് പീപ്പിൾ സ്പെൻഡ്. അപ്പൊ പ്രസന്റ് ടെൻസിലാണ് സ്പെൻഡ്, അതുകൊണ്ട് സ്പെൻഡ് എന്ന് വന്നില്ല. സ്പെൻഡ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. സ്പെൻഡിങ് എന്താണ്? ING ഫോം, കണ്ടിന്യൂസ് ഫോം ആണ്. ഇനി parents should, parents സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഓക്കെ, ഗുഡ്. അപ്പോ പ്ലൂറൽ
സോ ദെൻ ഇവിടെ നമ്മൾ നോക്കാം, പാരൻസ് ഷുഡ് മോണിറ്റർ. ഇനി ഷുഡ് എന്നാണ് വന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പാരന്റ് എന്നായിരുന്നെങ്കിലും, പാരന്റ് സിംഗുലർ ആയിരുന്നെങ്കിലും ഇവിടെ ഷുഡ് വന്നാൽ മോണിറ്റേഴ്സ് എന്ന് വരില്ല. വൈ? ബിക്കോസ് ഷുഡ് എന്താണ്? മൊഡാൽ വേർഡ്സ് ആണ്. മൊഡാൽ വേർഡ്സിന്റെ കൂടെ വെർബ് എന്തായിരിക്കും? ബേസ് ഫോം ആയിരിക്കും. ക്ലിയർ ആയോ? പാരന്റ് എന്ന് ഉണ്ടായിരുന്നെങ്കിൽ, പാരന്റ് എന്നായിരുന്നെങ്കിലും നമ്മൾ അത് മോണിറ്റേഴ്സ് എന്ന് എടുക്കില്ല. എന്താ കാരണം? ബിക്കോസ് പാരന്റ് എന്ന് വെച്ചാൽ പാരന്റ് സിംഗുലർ, ബട്ട് അവിടെ പാരന്റ് ഷുഡ് എന്നാണ് ഇട്ടേക്കുന്നത്. ആ പാരന്റ് ഷുഡ് എന്ന് പറഞ്ഞാൽ അവിടെ മൊഡാൽ വെർബാണ്. മൊഡാൽ വെർബിന്റെ കൂടെ ഉള്ള കോമ്പിനേഷൻ എന്തായിരിക്കും? എന്തായിരിക്കും? അത് ബേസ് ഫോം ആയിരിക്കും വെർബിന്റെ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ റീഡിങ്, റൈറ്റിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റീഡിങ് ഡ്രോപ്പ് ആൻഡ് ഡൗൺ ഒന്ന് ചെയ്തു നോക്കും, ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാമല്ലേ? ഓക്കെ, ഒരു 50 എണ്ണെങ്കിലും നിങ്ങൾ 50 എണ്ണം വീതമെങ്കിലും നിങ്ങൾ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും റീഡിങ് ഡ്രോപ്പ് ഡൗണും ഒന്ന് ചെയ്ത് നോക്കണം. അതിൻ്റെ റിക്വസ്റ്റ് ആണ്. വെറുതെ ഇത്ര പഠിപ്പിച്ചത്, ഇത് മാത്രം മനസ്സിലാക്കി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചത് വെറുതെ കളയരുത്, പാഴാക്കരുത്. ഇംപ്ലിമെന്റ് ഇറ്റ് ആൻഡ് യു വിൽ സീ വണ്ടേഴ്സ്. ഓക്കെ, so see you all. God bless you. Meet you in the next session. Thank you.